നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരീസം എന്ന ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മെനോപോസ് എന്താണെന്നും അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്നും അറിയാത്ത ആളുകളൊക്കെ മനസ്സിലാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് അതിനെ എങ്ങനെ അതിജീവിക്കാൻ കഴിയുമെന്ന് നോക്കാം. ഈ ഒരു അവസ്ഥയെ തരണം ചെയ്യാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മെനോപോസ് എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനെ സ്വീകരിക്കാൻ തയ്യാറാവുകയാണ് ചെയ്യേണ്ടത്. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളി സ്ത്രീയാണെന്നല്ലേ പറയുന്നത്. അപ്പം ഇതും നമ്മൾ ഹാപ്പിയായി നേരിടും. ഇതിനെ ബോൾഡായി അതിജീവിച്ച സ്ട്രോങ് ലേഡികൾ ഇവിടെയുണ്ട്. എങ്കിലും ഇതെന്താണെന്ന് പോലും അറിയാതെ വലിയ എന്തോ രോഗമാണെന്ന് കരുതി വിലപിക്കുന്നവരുമുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ കൂടെയുള്ളവരും. ഈ ഒരവസ്ഥയിലുള്ള പ്രോബ്ലംസ് ഒന്നും ആരുടെയും കുറ്റമല്ലെന്നേ. നമ്മളും നമ്മുടെ കൂടെയുള്ള ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും ഇത് മനസ്സിലാക്കി ഒന്ന് ചേർത്ത് പിടിച്ച് ഞാനും കൂടെയുണ്ട് എന്ന ഒരു വാക്ക് ഈ ഒരവസ്ഥയെ സുഗമമായി മറികടക്കാൻ നമ്മളെ സഹായിക്കും. എൻ്റെ ഈ ഒരു സമയത്ത് ഞാൻ നല്ല ഡിപ്രഷൻ മൂഡിലായിരുന്നു. 1 വർഷത്തോളം കുട്ടികളും ഭർത്താവും അടുത്തില്ലാത്തൊരു സാഹചര്യം എനിക്ക് നേരിടേണ്ടി വന്നു. ആ ടൈമിൽ എനിക്ക് ഒരുപാട് ബ്ലീഡിങ് ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഒരു സർജറി ചെയ്യേണ്ടിയും വന്നു. ആ സമയത്ത് തന്നെയാണ് എൻ്റെ മൂത്ത മകളുടെ 2nd പ്രഗ്നൻസി പീരീഡ്. ശരിക്കും ആ ഒരു ടൈമിൽ ഞാൻ അബ്നോർമൽ സ്റ്റേജിലായി. കാരണം എന്നെ മകൾ മനസ്സിലാക്കുന്നില്ല എന്നും അവളെ ഞാൻ മനസ്സിലാക്കുന്നില്ല എന്ന ഒരവസ്ഥ. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ അല്ലെങ്കിൽ അവൾ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അത് ഞങ്ങൾ തമ്മിലുള്ള ഫൈറ്റിങ്ങിന് കാരണമായി. എന്നാൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ രമ്യതയിലും എത്തി. ഇതുവരെ സ്ട്രോങ് വുമൺ എന്ന എൻ്റെ വിശ്വാസത്തെ തകർക്കാൻ ഞാൻ തയ്യാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു അവസ്ഥയെ ഞാൻ എൻ്റെ ഫ്രണ്ട്സായ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി എന്താണെന്ന് മനസ്സിലാക്കാൻ തീരുമാനിച്ചു. അവർ മെനോപോസ് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. അതിൻ്റെ കൂടെ ഇതൊരു വലിയ രോഗമല്ല എന്നും ഇതിൽ അലോപ്പതിയിലും ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും നല്ല ട്രീറ്റ്മെൻ്റ് ഉണ്ടെന്നും എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. അവർ തന്നൊരു ആത്മവിശ്വാസം വളരെ വലുതായിരുന്നു. ഇതിൽ നിന്നെങ്ങനെ ഞാൻ റിക്കവറായി എന്നുള്ളത് എൻ്റെ അടുത്ത വീഡിയോയിൽ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടായവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.